ഞാൻ ഇന്ന് പഠിച്ചത് വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 126, 127, 128, 129 വചനങ്ങളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വ ഇദ് ഖാല ഇബ്രാഹീമു റബ്ബിജ്അൽ ഹാദാ ബലദൻ ആമിനൻ വ അർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഖാല വമൻ കഫറ ഫ ഉമ്മത്തിഉഹു ഖലീലൻ സുമ്മ അൽതറുഹു ഇലാ അദാബിന്നാർ വ ബിഇസൽ മസീർ. എൻ്റെ രക്ഷിതാവേ, നീ ഇതൊരു നിർഭയമായ നാടാക്കുകയും ഇവിടുത്തെ താമസക്കാരിൽ നിന്ന് അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് കായ്ക്കനികളിൽ നിന്ന് നീ ആഹാരം നൽകുകയും ചെയ്യണമേ എന്ന് ഇബ്രാഹിം പ്രാർത്ഥിച്ച സന്ദർഭവും ഓർക്കുക. അല്ലാഹു പറഞ്ഞു, അവിശ്വസിച്ചവനും, അതായത് ഞാൻ ആഹാരം നൽകും, എന്നാൽ അല്പകാലത്തെ ജീവിത സുഖം മാത്രമാണ് അവന് ഞാൻ നൽകുക. പിന്നീട് നരകശിക്ഷയിലയക്കാൻ ഞാൻ അവനെ നിർബന്ധിതനാക്കും. അവന് ചെന്ന് ചേരാനുള്ള സ്ഥലം വളരെ ചീത്ത തന്നെ. വ ഇത് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മായിലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം. ഇബ്രാഹീമും ഇസ്മായിലും കൂടി ആ ഭവനത്തിൻ്റെ, അതായത് കഅബയുടെ അടിത്തറ പണിതുയർത്തിക്കൊണ്ടിരുന്ന സന്ദർഭവും ഓർക്കുക. അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ, തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുരിയത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക വ അരിനാ മനാസിക്കന വതുബ് അലൈന ഇന്നക അന്ത തവ്വാബുർ റഹീം. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ ഇരുവരെയും നിനക്ക് കീഴ്പ്പെടുന്നവരാക്കുകയും ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് നിനക്ക് കീഴ്പ്പെടുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കുകയും ഞങ്ങളുടെ ആരാധനാക്രമങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരുകയും ഞങ്ങളുടെ പാശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യണമേ. തീർച്ചയായും നീ പാശ്ചാത്താപം ഏറെ സ്വീകരിക്കുന്നവനും കരുണാവാരിധിയുമാകുന്നു. റബ്ബനാ വ അബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അന്തൽ അസീസുൽ ഹക്കീം. ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക്, ഞങ്ങളുടെ സന്തതികൾക്ക് നിന്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കുകയും വേദവും ജ്ഞാനവും പഠിപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ അവരിൽ നിന്നു തന്നെ നിയോഗിക്കുകയും ചെയ്യണമേ. തീർച്ചയായും നീ പ്രതാപവാനും അഗാധജ്ഞാനിയുമാകുന്നു. അള്ളാഹുവിൻ്റെ മിത്രമായും മാനവർക്ക് നേതാവായും ആദരിക്കപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയിൽ ഭാര്യ ഹാജറനെയും മകൻ ഇസ്മായിലിനെയും അലൈഹിസ്സലാം അധിവസിപ്പിച്ച ശേഷം ആ നാടിനും അവിടുത്തെ നിവാസികൾക്കും വേണ്ടി നടത്തിയ ഒരു പ്രാർത്ഥനയാണ് രണ്ടാമത്തെ അധ്യായത്തിലെ 126-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു ഉദ്ധരിച്ചത്. ഈ പ്രാർത്ഥനയിൽ ഒന്നാമതായി അള്ളാഹുവോട് അദ്ദേഹം അപേക്ഷിച്ചത് മക്കയെ ആരുടെയും കയ്യേറ്റമോ ആക്രമണമോ ഭയപ്പെടാതെ താമസിക്കാനും സന്ദർശിച്ചു മടങ്ങാനും പറ്റുന്ന സുരക്ഷിത നാടാക്കാനാണ്. അദ്ദേഹത്തിൻ്റെ കാലത്തന്നെ പോലെ എക്കാലത്തും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ജനങ്ങൾ ഭയചകിതരായാണ് ജീവിക്കുന്നത്. ഭക്തർ ദുർബലരെ നേരിട്ട് ആക്രമിക്കുന്നു. ദുർബലർ ശക്തരിൽ ചിലരുടെ നേരെ ഒളിയാക്രമണങ്ങൾ നടത്തുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ കാലത്ത് മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അറബിയിലെ ജനവാസമുള്ള പല പ്രദേശങ്ങളിലും ഗോത്രങ്ങൾ തമ്മിലുള്ള പോര് വ്യാപകമായിരുന്നു. ചരക്കുകൾ ചുമക്കുന്ന ഒട്ടകക്കൂട്ടങ്ങളും യാത്രികരും
പലയിടത്തും ആക്രമിക്കപ്പെട്ടിരുന്നു. ദുർബലരെ ആക്രമിച്ച് അടിമകളാക്കി മാറ്റുന്ന സമ്പ്രദായവും വ്യാപകമായിരുന്നു. മക്കയിലും ഇതേ അവസ്ഥയായിരുന്നെങ്കിൽ ഇസ്മായിൽ നബി അലൈഹിസ്ലാമയുടെയും സന്തതി പരമ്പരകളും ഹജ്ജിനെത്തുന്ന തീർത്ഥാടകരുമെല്ലാം അസ്വസ്ഥരും അരക്ഷിതരുമായി കഴിയേണ്ടവരുമായിരുന്നു. അതിനെ സംബന്ധിച്ച് ഉത്കണ്ഠ നിമിത്തമാണ് മക്കയെ നിർഭയത്വം കളിയാടുന്ന ആക്രമണ ഭയം കൂടാതെ ആർക്കും ജീവിക്കാവുന്ന നാടാക്കിത്തരാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്ലാം അള്ളാഹുവോട് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. അന്ന് മുതൽ മക്ക സുരക്ഷിത ദേശമായി പരിലസിക്കുന്നു. ഇതിനെക്കുറിച്ച് മറ്റു ഖുർആൻ സൂക്തങ്ങളിൽ പരാമർശമുണ്ട്. 29-ാമത്തെ അധ്യായത്തിലെ 67-ാമത്തെ വചനം ഇങ്ങനെയാണ്: നിർഭയമായ ഒരു പവിത്ര സങ്കേതം നാം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് അവർ കണ്ടില്ലേ? അവരുടെ ചുറ്റുഭാഗത്ത് നിന്നാകട്ടെ ആളുകൾ റാഞ്ചിയെടുക്കപ്പെടുന്നു. എന്നിട്ടും അസത്യത്തിൽ അവർ വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോട് നന്ദികേട് കാണിക്കുകയുമാണോ? 106-ാമത്തെ അധ്യായത്തിലെ 1 മുതൽ 4 വരെയുള്ള വചനം ഇങ്ങനെയാണ്: ഖുറൈശ് ഗോത്രത്തെ കൂട്ടിയിണക്കിയതിനാൽ ഉഷ്ണകാലത്തെയും ശൈത്യകാലത്തെയും യാത്രയുമായി അവരെ കൂട്ടിയിണക്കിയതിനാൽ ഈ ഭവനത്തിൻ്റെ രക്ഷിതാവിനെ, അതായത് അവർക്ക് വിശപ്പിന് ആഹാരം നൽകുകയും ഭയത്തിന് പകരം സുരക്ഷിതത്വം നൽകുകയും ചെയ്തവനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ. ഖുറൈശികൾ മക്കയിലെ അധികാരികളായതിനാൽ മറ്റ് അറബ് ഗോത്രങ്ങളൊന്നും അവരെ ആക്രമിക്കുകയോ അവരുടെ കച്ചവട ചരക്കുകൾ കൊള്ളയടിക്കുകയോ ചെയ്തിരുന്നില്ല. ഹജ്ജിന് പോകാനും മടങ്ങാനുമുള്ള മാസങ്ങളായ ദുൽഖൈദയും ദുൽഹജ്ജിനും മുഹറമും യുദ്ധം നിഷിദ്ധമായ മാസങ്ങളായി അറബി ഗോത്രങ്ങൾ അംഗീകരിച്ചതിനാൽ അക്കാലത്ത് അറബിയയിൽ എല്ലാവരും നിർഭയരായിരുന്നു. റജബ് മാസത്തിലും യുദ്ധം നിഷിദ്ധമായതിനാൽ സുരക്ഷിതമായ ഉംറ യാത്രക്കും അവസരമുണ്ടായിരുന്നു. ലോകത്തിലെ പല നഗരങ്ങളും വിദേശികളുടെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ടെങ്കിലും മക്ക നഗരിയെ അള്ളാഹു അതിൽ നിന്നൊക്കെ കാത്തുരക്ഷിച്ചു. മക്കയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഇബ്രാഹിം നബി അലൈഹിസ്ലാമയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചതിൻ്റെ ഫലമായി അവിടത്തുകാർക്കും അങ്ങോട്ട് തീർത്ഥയാത്ര ചെയ്യുന്നവർക്കും ഉണ്ടാകുന്ന നേട്ടങ്ങളത്രേ ഇതൊക്കെ. ഇബ്രാഹിം നബി അലൈഹിസ്ലാം മക്ക നിവാസികൾക്കു വേണ്ടി ചെയ്ത പ്രാർത്ഥനയിലെ 2-ാമത്തെ വിഷയം അവിടുത്തുകാരിൽ നിന്ന് വിശ്വസിച്ചവർക്ക് പലതരം സസ്യാഹാരങ്ങൾ ലഭ്യമാക്കണമേ എന്നായിരുന്നു. എൻ്റെ സന്തതികൾപ്പെട്ടവരെയും നേതാക്കളാക്കണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്ലാം പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഈ കരാർ അക്രമികൾക്ക് ബാധകമായിരിക്കുകയില്ല എന്ന് 2-ാമത്തെ അധ്യായത്തിലെ 124 അള്ളാഹു പറഞ്ഞതുകൊണ്ടായിരിക്കാം വിശ്വാസികൾക്ക് മാത്രം ആഹാരം നൽകാൻ ഇബ്രാഹിം നബി അലൈഹിസ്ലാം പ്രാർത്ഥിച്ചത്. എന്നാൽ അള്ളാഹു ഇഷ്ടപ്പെട്ട് നൽകുന്ന നേത്രപദവിയും ഉപജീവനവും ഒരുപോലെയല്ല. വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും അള്ളാഹു ഭക്ഷണവും മറ്റു ജീവിത സൗകര്യങ്ങളും ഒരു നിശ്ചിത കാലം വരെ നൽകും. എന്നാൽ ദൈവിക നിയോഗമായ സത്പദവി സച്ചരിതരായ സത്യവിശ്വാസികൾക്ക് മാത്രമുള്ളതാണ്. സമറാത്ത് എന്ന പദം പഴങ്ങൾ എന്ന അർത്ഥത്തിലും ധാന്യങ്ങളും പച്ചക്കറികളും പഴങ്ങളും ഉൾപ്പെടെയുള്ള സസ്യവിഭവങ്ങൾ എന്ന അർത്ഥത്തിലും പ്രയോഗിക്കാറുണ്ട്. 2-ാമത്തെ അധ്യായത്തിലെ 22-ാമത്തെ സൂക്തത്തിൽ ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞു തന്നിട്ട് അത് മുഖേന നിങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള കായ്ക്കനികൾ ഉൽപ്പാദിപ്പിച്ചു തരികയും ചെയ്തവനെ ആരാധിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. മഴ പെയ്തിട്ട് വളർന്നുണ്ടാകുന്ന എല്ലാ വിളകളും ഈ സൂക്തത്തിലെ സമറാത്തിൻ്റെ അർത്ഥപരിധിയിൽ വരുമെന്നാണ് വ്യക്തമാക്കിയത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമുടെ കാലത്ത് മക്കയിൽ ധാന്യങ്ങളോ പച്ചക്കറികളോ പഴങ്ങളോ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരുന്നില്ല. ആടുമാടുകളോ വളർത്തു പക്ഷികളോ ഉണ്ടായിരുന്നില്ല. അവിടെ സന്തതികളെ അധിവസിപ്പിച്ചാൽ അവർ വിദൂര സ്ഥലങ്ങളിൽ പോയി കൃഷി ചെയ്യുകയോ വേട്ടയാടി മാംസാഹാരം സമ്പാദിക്കുകയോ ചെയ്യേണ്ടി വരും. അപ്പോൾ അവർക്ക് പതിവായി കഅബയുടെ സമീപത്ത് ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ കഴിയാതെ വരും. അതിനാൽ കഅബയുടെ പരിപാലകർക്ക് അവിടെ തന്നെ ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാവുക അത്യാവശ്യമായിരുന്നു.
അതുകൊണ്ടാണ് പലതരം വിഭവങ്ങൾ അവർക്ക് ലഭ്യമാക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും മക്ക നിവാസികൾക്ക് വൈവിധ്യമാർന്ന ഭക്ഷ്യവിഭവങ്ങൾ ലഭ്യമാകുന്ന സാഹചര്യമുണ്ടാവുകയും ചെയ്തു. 28-ാമത്തെ അധ്യായത്തിലെ 57-ാമത്തെ വചനം ഇങ്ങനെയാണ്: നിന്നോടൊപ്പം ഞങ്ങൾ സന്മാർഗം പിന്തുടരുകയാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങൾ എടുത്തെറിയപ്പെടും എന്ന് അവർ പറഞ്ഞു. നിർഭയമായ ഒരു പവിത്ര സങ്കേതം നാം അവർക്ക് അധീനപ്പെടുത്തി കൊടുത്തിട്ടില്ലേ? എല്ലാ വസ്തുക്കളുടെയും ഫലങ്ങൾ അവിടേക്ക് ശേഖരിച്ചു കൊണ്ടുവരപ്പെടുന്നു. നമ്മുടെ പക്കൽ നിന്നുള്ള ഉപജീവനമത്രേ അത്. പക്ഷേ അവരിൽ അധിക പേരും കാര്യം മനസ്സിലാക്കുന്നില്ല. സംസം ജലസ്രോതസ് നിലവിൽ വന്നതോടെ മക്കയിൽ ആളുകൾ വന്നുകൊണ്ടിരുന്നു. തീർത്ഥാടനത്തിനും താമസത്തിനും തീർത്ഥാടകർ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനും ഇതരരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാനും തുടങ്ങിയതോടെ ക്രമേണ മക്ക ഒരു വാണിജ്യ കേന്ദ്രമായി തീർന്നു. സാർത്ഥവാഹക സംഘങ്ങൾ മക്കയിലൂടെ കടന്നു പോവുകയും യമൻ മുതൽ സിറിയ വരെ നീളുന്ന വാണിജ്യപാതയിൽ വിനിമയം ചെയ്യപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കളെല്ലാം മക്കയിൽ ലഭ്യമാവുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ ഭവനമായ കഅബയുടെ മഹത്വമാണ് ഇതിനെല്ലാം വഴിയൊരുക്കിയത്. വിശുദ്ധ ഖുർആനിലെ 9-ാമത്തെ അധ്യായത്തിലെ 28-ാമത്തെ സൂക്തത്തിലൂടെ ബഹുദൈവാരാധകർക്ക് മക്കയിൽ പ്രവേശനം നിഷേധിക്കപ്പെടുന്നതുവരെ അവിടെയുള്ള അവിശ്വാസികൾക്കും ഭക്ഷണ ലഭ്യത ഉൾപ്പെടെയുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കാമായിരുന്നു. അവിശ്വാസികൾക്ക് ഭൗതികമായ ഐശ്വര്യവും സമൃദ്ധിയും എത്രത്തോളം ഉണ്ടായാലും അതൊക്കെ ക്ഷണികമായ ഇഹലോകത്തേക്ക് മാത്രമുള്ളതാണെന്ന് മരണത്തോടെ അവർ അള്ളാഹുവിൻ്റെ ശിക്ഷയിലേക്കാണ് നീങ്ങുന്നത്. ഇഹലോക ജീവിതത്തിലെന്ന പോലെ മരണാനന്തരവും തങ്ങൾക്ക് സുഭിക്ഷമായി കഴിയാമെന്ന് ദുർജനങ്ങൾ വ്യാമോഹിക്കേണ്ടതില്ലെന്ന് അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. 45-ാമത്തെ അധ്യായത്തിലെ 21-ാമത്തെ വചനം ഇങ്ങനെയാണ്: അതല്ല, തിന്മകൾ പ്രവർത്തിച്ചവർ വിചാരിക്കുകയാണോ? വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ പോലെ, അതായത് അവരുടെ 2 വിഭാഗത്തിൻ്റെയും ജീവിതവും മരണവും തുല്യമായ നിലയിൽ നാം അവരെ ആക്കുമെന്ന് അവർ വിധി കൽപ്പിക്കുന്നത് വരെ മോശം തന്നെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കൂടി കഅബയുടെ അടിത്തറ പണിതുയർത്തിക്കൊണ്ടിരുന്ന സന്ദർഭങ്ങളിൽ അവർ ഇരുവരും നടത്തിയിരുന്ന പ്രാർത്ഥനാ വാക്യങ്ങളാണ് 127, 128, 129 സൂക്തങ്ങളിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. അവരുടെ കർമ്മങ്ങൾ പോലെ അവരുടെ പ്രാർത്ഥനയും നമുക്ക് മാതൃകയാണ്. ഞങ്ങളുടെ രക്ഷിതാവേ എന്ന് വിളിച്ചും കൊണ്ടാണ് അവർ പ്രാർത്ഥിച്ചത്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സാക്ഷാൽ രക്ഷിതാവിനോടുള്ള ഉറ്റബന്ധം ദ്യോതിപ്പിക്കുന്നതത്രേ ഈ സംബോധന. അല്ലാഹുമ്മ റബ്ബി റബ്ബന എന്നിങ്ങനെ അള്ളാഹുവെ വിളിച്ചും കൊണ്ടാണ് പ്രവാചകന്മാർ പ്രാർത്ഥിച്ചിരുന്നത്. ഈ സന്ദർഭത്തിലെ അവരുടെ 1-ാമത്തെ പ്രാർത്ഥന ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ എന്നാണ്. എന്ത് സ്വീകരിക്കണമെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടില്ല. ലോകത്തിലെ പ്രഥമവും അതിപ്രധാനവുമായ ആരാധനാലയം പണിതുയർത്തുന്നതിനെ പ്രതിഫലാർഹമായ സൽക്കർമ്മമായി സ്വീകരിക്കണമേ എന്നായിരിക്കാം അവർ ഉദ്ദേശിച്ചത്. അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശപ്രകാരം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സ്വീകാര്യവും പ്രതിഫലാർഹവും ആകണമെന്നുമാകാം അവർ ആഗ്രഹിച്ചത്. സതുദ്ദേശത്തോടും അർപ്പണബോധത്തോടും കൂടെ നിർവഹിക്കുന്ന സൽക്കർമ്മങ്ങളാണ് അള്ളാഹു സ്വീകരിക്കുന്നത്. സത്യവിശ്വാസികൾ അള്ളാഹുവിൽ നിന്ന് ആഗ്രഹിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി അവനോട് പ്രാർത്ഥിക്കേണ്ടതാണ്. നാം ചെയ്ത സൽക്കർമ്മങ്ങൾ സ്വാഭാവികമായും അള്ളാഹു സ്വീകരിച്ചു കൊള്ളുമെന്ന് കരുതുകയല്ല, സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ് ഏറ്റവും ശരിയായ നിലപാട്. 25-ാമത്തെ അധ്യായത്തിലെ 77-ാമത്തെ വചനം ഇങ്ങനെയാണ്: നബിയെ പറയുക, നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ എൻ്റെ രക്ഷിതാവ് നിങ്ങൾക്ക് എന്ത് പരിഗണന നൽകാനാണ്? പ്രാർത്ഥന സ്വീകരിക്കാൻ വേണ്ടിയും അള്ളാഹുവോട് പ്രാർത്ഥിക്കാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമുടെ ചര്യയിൽ അതിനും മാതൃകയുണ്ട്. 14-ാമത്തെ അധ്യായത്തിലെ 40-ാമത്തെ വചനം ഇങ്ങനെയാണ്: എൻ്റെ രക്ഷിതാവേ, എന്നെ നീ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവനാക്കണമേ. എൻ്റെ സന്തതികൾപ്പെട്ടവരെയും അങ്ങനെ ആക്കണമേ.
ഞങ്ങളുടെ രക്ഷിതാവേ, എൻ്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ. ഞങ്ങൾ ഇരുവരെയും നിനക്ക് കീഴ്പ്പെടുന്നവനാക്കണമേ എന്നാണ് അവരുടെ അടുത്ത പ്രാർത്ഥന. മുസ്ലിം എന്ന പദം ഒരു സമുദായത്തിൽ അംഗമായവൻ എന്ന അർത്ഥത്തിലല്ല അവർ പ്രയോഗിച്ചത്. അള്ളാഹുവിനെ പൂർണ്ണമായും കീഴ്പ്പെടുന്നവർ അഥവാ ജീവിതം പൂർണ്ണമായി സമർപ്പിക്കുന്നവർ എന്ന കണിശമായ അർത്ഥത്തിലാണ്. നാം അള്ളാഹുവിനെ കീഴ്പ്പെടുന്നത് നമ്മുടെ ഹിതമനുസരിച്ചാണെങ്കിലും അവൻ്റെ അനുഗ്രഹമുണ്ടെങ്കിലേ നമുക്കതിന് സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ടാണ് ഞങ്ങളെ നിനക്ക് കീഴ്പ്പെടുന്നവനാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. 76-ാമത്തെ അധ്യായത്തിലെ 30-ാമത്തെ വചനം ഇങ്ങനെയാണ്: അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷമല്ലാത്ത നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല. തീർച്ചയായും അള്ളാഹു സർവജ്ഞനും അഗാധജ്ഞാനിയുമാകുന്നു. തങ്ങളെ യഥാർത്ഥ മുസ്ലിങ്ങളായി ജീവിപ്പിക്കാൻ മാത്രമല്ല, തങ്ങളുടെ സന്തതി പരമ്പരകളിൽ നിന്ന് അള്ളാഹുവിന് കീഴ്പ്പെട്ടു ജീവിക്കുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കാനും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും എക്കാലത്തും ആദർശ പ്രതിബദ്ധതയുള്ള ഒരു സമൂഹം നിലനിൽക്കണമെന്ന് അവർ ആത്മാർത്ഥമായി അഭിലഷിച്ചു. അള്ളാഹുവിൻ്റെ ഉത്തമദാസന്മാർ എക്കാലത്തും ആദർശ പ്രതിബദ്ധതയുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാനും നിലനിർത്താനും വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രാർത്ഥനയിലെ അടുത്ത വിഷയം ഞങ്ങൾ നിർവഹിക്കേണ്ട ആരാധനാ കർമ്മങ്ങൾ അഥവാ അനുഷ്ഠാനങ്ങൾ കാണിച്ചു പഠിപ്പിച്ചു തരണമേ എന്നായിരുന്നു. അരിന എന്ന വാക്കിന് സാമാന്യമായ അർത്ഥം കാണിച്ചു തരണമേ എന്നാണെങ്കിലും ഞങ്ങൾക്ക് അറിയിച്ചു തരണമേ എന്ന അർത്ഥത്തിലും അത് പ്രയോഗിക്കാറുണ്ട്. അള്ളാഹു പ്രവാചകന്മാർക്ക് ബോധനം നൽകുന്നത് അവരുടെ ബാഹ്യദൃഷ്ടി കൊണ്ട് കാണാവുന്ന വസ്തുക്കളെ സംബന്ധിച്ച് എന്നതിനേക്കാളേറെ അകക്കണ്ണുകൊണ്ട് ഗ്രഹിക്കാവുന്ന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചായിരിക്കും. അനുഷ്ഠാനമുറ, തീർത്ഥാടന കർമ്മം, ബലികർമ്മം എന്നൊക്കെ അർത്ഥമുള്ള മൻസക് എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് മനാസിക് എന്ന പദം. ഇപ്പോൾ ഏറ്റവും വ്യാപകമായി പ്രയോഗിക്കപ്പെടുന്നത് ഹജ്ജ്, ഉംറ കർമ്മങ്ങൾ എന്ന അർത്ഥത്തിലാണ്. 2-ാമത്തെ അധ്യായത്തിലെ 128 സൂക്തത്തിൽ മനാസിക് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് അനുഷ്ഠാന മുറകൾ എന്നാകാം, തീർത്ഥാടന കർമ്മങ്ങൾ എന്നാകാനും സാധ്യതയുണ്ട്. 62-ാമത്തെ അധ്യായത്തിലെ 2-3 വചനങ്ങൾ ഇങ്ങനെയാണ്: അക്ഷരജ്ഞാനം ഇല്ലാത്തവർക്കിടയിൽ തൻ്റെ വചനങ്ങൾ അവർക്ക് വായിച്ച് കേൾപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും അവർക്ക് വേദഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യാൻ അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിച്ചവരാകുന്നു അള്ളാഹു. തീർച്ചയായും അവർ മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്നു. അവരിൽപ്പെട്ട ഇനിയും അവരോടൊപ്പം വന്നു ചേർന്നിട്ടില്ലാത്ത മറ്റുള്ളവരിലേക്കും അദ്ദേഹം നിയോഗിച്ചിരിക്കുന്നു. അവനാകുന്നു പ്രതാപിയും അഗാധജ്ഞാനിയും. 3-ാമത്തെ അധ്യായത്തിലെ 190-191 വചനങ്ങൾ ഇങ്ങനെയാണ്: തീർച്ചയായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിയിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും സൽബുദ്ധിയുള്ളവർക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. നിന്നും ഇരുന്നും കിടന്നും അള്ളാഹുവെ ഓർക്കുകയും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നവനത്രേ അവർ പറയും: ഞങ്ങളുടെ രക്ഷിതാവെ, നീ നിരർത്ഥമായി സൃഷ്ടിച്ചതല്ല ഇത്. നീ എത്രയോ പരിശുദ്ധൻ. അതിനാൽ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. ഖുർആനിലെ ഓരോ സൂക്തത്തിലും അള്ളാഹുവിൻ്റെ രക്ഷാകർത്തൃത്വത്തിൻ്റെയും ആരാധ്യതയുടെയും അപാരമായ അനുഗ്രഹത്തിൻ്റെയും അന്യൂനമായ മാർഗദർശനത്തിൻ്റെയും മറ്റും തെളിവുകൾ ഉൾക്കൊള്ളുന്നതിനാൽ ഖുർആൻ സൂക്തങ്ങളെ കുറിക്കാനും ആയത്ത് എന്ന പദം പ്രയോഗിക്കുന്നു. 2-ാമത്തെ അധ്യായത്തിലെ 129-ലും മറ്റു ചില സൂക്തങ്ങളിലും ഇങ്ങനെയുള്ള പ്രയോഗം കാണാം. 8-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ വചനം ഇങ്ങനെയാണ്: അള്ളാഹുവെപ്പറ്റി പറയപ്പെട്ടാൽ ഹൃദയങ്ങൾ പേടിച്ച് നടുങ്ങുകയും അവൻ്റെ വചനങ്ങൾ വായിച്ച് കേൾപ്പിക്കപ്പെട്ടാൽ അത് അവർക്ക് വിശ്വാസം വർദ്ധിപ്പിക്കുകയും തങ്ങളുടെ രക്ഷിതാവിൻ്റെ മേൽ ഭാരമേൽപ്പിക്കുകയും ചെയ്യുന്നവർ മാത്രമാണ് സത്യവിശ്വാസികൾ. കേവലമായ അറിവിനുപരിയായി യാഥാർത്ഥ്യബോധത്തിലും
തത്വവിചാരത്തിലും യുക്തിദീക്ഷയിലും സൂക്ഷ്മ വിശകലനത്തിലും അധിഷ്ഠിതമായ അഗാധവും വിപുലവുമായ ജ്ഞാനത്തിനാണ് ഹിക്മ എന്ന് പറയുന്നത്. ഖുർആനിന് പുറമെ ഇത്തരത്തിലുള്ള വിജ്ഞാനം കൂടി അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുകയും അതിൽ നിന്ന് ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ദൗത്യമായി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇബ്രാഹിം, ദാവൂദ്, ഈസ എന്നീ പ്രവാചകന്മാർക്കും ലുക്മാൻ റളിയല്ലാഹു അൻഹുവിനും അള്ളാഹു ഹിക്മത്ത് നൽകിയ കാര്യം ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രബോധനം കേട്ട് പ്രബുദ്ധരായ സ്വഹാബികൾ അക്കാലത്തെ മറ്റെല്ലാ സമൂഹങ്ങളെക്കാളും സംശുദ്ധരും വികസിതരുമായിരുന്നു. അള്ളാഹുവിൻ്റെ ഐഹികവും പാരത്രികവുമായ പ്രതിഫലത്തിന് അവകാശികളുമായിരുന്നു.